അച്ഛന്മാരെ അങ്ങനെ നമ്മൾ ആറ്റുവാള വേട്ടയ്ക്കാട്ട് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. സിൽവർ സ്പൂൺ ലൂറുകളാണ് നമ്മൾ ആറ്റുവാളയെ പിടിക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ചെറിയൊരു ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരു തിരിയനും കൊടുത്തിട്ടുണ്ട്. അത് വലിയ വാളകളൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രൈഡ് ചുറ്റിപ്പിരിഞ്ഞ് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ആറ്റുവാള പിടിക്കാനായിട്ട് സിൽവർ സ്പൂൺ ലൂറുകൾക്ക് നല്ല റിസൾട്ടാണ്. പണ്ടൊക്കെ ഗോൾഡൻ സ്പൂൺ ലൂറുകളാണ് ആറ്റുവാള വേട്ടയ്ക്കായിട്ട് ചൂണ്ടക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ ചൂണ്ടക്കാരും ഈ സിൽവർ സ്പൂൺ ലൂറുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാകുമ്പോൾ അല്പം കലക്കമുള്ളതാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ട്. ആഴമുള്ള സ്പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പൂൺ ലൂറ് ശരിക്കും അടുത്തിലേക്ക് വിടാം, എന്നിട്ട് റിട്രീവ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ആഴം കുറഞ്ഞ സ്പോട്ടിൽ ആ പരിപാടി നടക്കത്തില്ല. ആഴം കുറഞ്ഞ സ്പോട്ടിൽ നമ്മൾ സ്പൂൺ ലൂറുകൾ ടോപ്പിലൂടെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ ലൂറുകൾ അടുത്തിട്ട് പോയി ഉടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ കാസ്റ്റിംഗ് തുടരുകയാണ്. അത്യാവശ്യം കട്ടിയുള്ള ബ്രൈഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം ബ്രൈഡുകൾ ഇടുകയാണെങ്കിൽ വലിയ വാള അടിച്ചാലും പൊട്ടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടി വേണ്ട. നമ്മളെപ്പോഴും റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രൈക്ക് പ്രതീക്ഷിച്ച് നിൽക്കണം. എപ്പോൾ ആണെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ ഒരു കലക്കൻ അടി പ്രതീക്ഷിക്കാം. അടിക്കുന്നതൊക്കെ നല്ല സൂപ്പർ സൈസ് വാളയാണെങ്കിൽ അവന്മാർ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ റോഡ് അടിച്ചു കുത്തി താഴ്ഭാഗത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രാഗൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അവന്മാരെ നേരിടാനായിട്ട്. ഇഷ്ടംപോലെ ആംഗ്ലേഴ്സിൻ്റെ ചൂണ്ടകളൊക്കെ ഈ ആറ്റുവാളകൾ വട്ടം ഒടിച്ച് കിടന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വമ്പൻ വാളകളൊക്കെ പിടിക്കുന്ന സമയത്ത് അവർ പുറത്തെടുക്കുന്ന പവർ അന്യായ പവറായിരിക്കും. ആ പവറിൽ ചിലപ്പോൾ സ്റ്റിക്കൊക്കെ 2 പീസായെന്നും വരും. അതൊക്കെ ഈ മീൻപിടുത്തത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീണ്ടും വീണ്ടും കാസ്റ്റിംഗ് തുടരുകയാണ്. ഏത് നിമിഷമാണെങ്കിലും ഒരു തീപാറും ആറ്റുവാള സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഒരു കൊമ്പന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കൊമ്പൻ എപ്പോൾ അടിക്കുമെന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും നമുക്ക് കാസ്റ്റിംഗ് തുടരാം. 1-2 ഏറൊന്നും കാര്യമില്ല. ചിലപ്പോൾ ഒരു സ്പോട്ടിൽ 10-50 ഏറൊക്കെ എറിയേണ്ടി വരും.